ഹായ് ഓൾ. 9ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 241 ആൻഡ് 242 ഈ രണ്ട് പേജുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നേരിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ദ ടേബിൾ ബിലോ ഷോസ് ദ ചിൽഡ്രൻസ് ഇൻ എ ക്ലാസ് ഗ്രൂപ്പ്ഡ് അക്കോർഡിംഗ് ടു ദെയർ ഹൈറ്റ്സ്. ഹൈറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഡാറ്റയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഇവിടെ ഉണ്ട്, പിന്നെ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെയല്ല ഫ്രീക്വൻസി ടേബിൾ തന്ന് അല്ലേ. ഇവിടെ ക്ലാസ് ഇൻ്റർവെല്ലായിട്ടാണ് നമുക്ക് ഫ്രീക്വൻസി ടേബിൾ തന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 148 എന്ന് പറഞ്ഞെങ്കിൽ അത് എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നു? 8 എണ്ണം അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 148 to 152 8 കുട്ടികൾ, അതുപോലെ 152 to 156 10 കുട്ടികൾ, പിന്നെ 156 to 160 15 കുട്ടികൾ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ മീനിങ്? ഇവിടെ ആദ്യത്തെ കോളത്തിൽ 148 വരാം, 149 വരാം, 150 വരാം, 151 വരാം, 152 പറ്റില്ല. ഏത് പറ്റില്ല? 152 പറ്റില്ല. ആ 152 എവിടെയാണ് വരിക? ഈ കാണുന്നതിലാണ് വരിക. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിൽ ചിലപ്പം 148.5 ഉണ്ടായിരിക്കാം, 149.5 ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 150.1 ഉണ്ടായിരിക്കാം. അങ്ങനെ ഡെസിമൽസ് ആയിട്ട് വരുന്ന ആളുകളും ഈ ഒരു ക്ലാസ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ 8 നമ്പേഴ്സാണുള്ളത്. ഓക്കെ അല്ലേ? ഇതേപോലെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു കോളം ആഡ് ചെയ്യും, എന്നിട്ട് ടോട്ടൽ ഹൈറ്റ് എന്ന് എഴുതി വെക്കും, ഈ രണ്ടാളുകളെ ഗുണിച്ച് കാണ്ട് ഇവിടെ എഴുതും, അങ്ങനെയായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ഗുണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സിംഗിൾ നമ്പർ അല്ല ഉള്ളത്, ഒരു ഇൻ്റർവെല്ലാണ് തന്നത്, ഒരു ക്ലാസ് ആണ് തന്നത്, ഒരു ക്ലാസ് ഇൻ്റർവെല്ലാണ് തന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നമ്പർ 148 എടുക്കണോ 152 എടുക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ ടേബിളൊന്ന് മാറ്റി വരച്ച ടേബിളാണ് ഇവിടെ ഉള്ളത്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കോ. ഫസ്റ്റ് നമുക്ക് തന്ന അതേ ഡാറ്റ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന അതേപോലെ ഇൻ്റർവെല്ല് അതേപോലെ തന്നെ എഴുതി, വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ എന്ത് എഴുതി? ആ ഡാറ്റാസ് എഴുതി വെച്ചു. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കോളം ഉണ്ട്, പിന്നെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം. അപ്പോൾ ആദ്യം ഈ ക്ലാസ് മാർക്ക് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കോ, നമ്മുടെ ഇൻ്റർവെല്ല് ഫസ്റ്റത്തത് ഇതാണ്, 148 to 152. ആ ഇൻ്റർവെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നമ്പറായിട്ടാണ് ഈ 150 എന്നുള്ളത് വന്നത്. എങ്ങനെയാണ് ആ 150 കിട്ടിയത്? ശ്രദ്ധിക്കുക. 148, 149, 150, 151, 152 ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിൽ ഈ 148 to 152 എന്നല്ലേ പറഞ്ഞാൽ, ഇതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് വരുന്ന നമ്പറാണ് ഈ കാണുന്ന ആര്? 150. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ 5 നമ്പേഴ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നമ്പറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതി സെൻറ്ററിലുള്ള നമ്പർ ഏതാ നോക്കാമെന്ന് കഴിഞ്ഞു. അപ്പം അങ്ങനെയല്ലാത്ത സിറ്റുവേഷൻസ് വലിയ ഇൻ്റർവെല്ലാണെങ്കിൽ എങ്ങനെയാണ് നടുക്കുള്ള നമ്പറിനെ കണ്ടുപിടിക്കുക? എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇയാളെ നമ്മൾ വേണമെങ്കിൽ ലോവർ ലിമിറ്റ് എന്ന് വിളിക്കാം, ഇയാളെ വേണമെങ്കിൽ അപ്പർ ലിമിറ്റ് എന്ന് വിളിക്കണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെയാണെന്ന് വിചാരിക്കാം. നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഈ ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും കൂടെ ജസ്റ്റ് കൂട്ടിയിട്ട് കിട്ടിയ ആൻസറിൻ്റെ പകുതി കാണാം, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനെ 148 + 152 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 300 ആണ് കിട്ടുക. ആ 300 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 150. അങ്ങനെയാണ് ഇവിടെ കിട്ടിയ 150 കിട്ടിയത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ 152ഉം 156ഉം കൂട്ടിയിട്ട് പകുതി കണ്ടപ്പോഴാണ് ആരെ കിട്ടിയത്? 154 കിട്ടിയത്. 156ഉം 160ഉം ഇവിടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയാണ് ഇവിടെ കിട്ടിയ 158. ഇതേപോലെ ഇനി ലാസ്റ്റ് എടുക്കുകയാണെങ്കിൽ 164ഉം 168ഉം കൂട്ടുക, പകുതി കണ്ട എന്ത് കിട്ടും? 166 കിട്ടും. പക്ഷേ എല്ലാം ഇങ്ങനെ കൂട്ടി പകുതി കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യത്തെ ആളുടെ മാത്രം ഇതേപോലെ ചെയ്യുക, കൂട്ടി നോക്കുക, പകുതി കാണുക, എന്ത് കിട്ടും? 150 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവർ തമ്മിലുള്ള ഈ വിഡ്ത്ത് ഉണ്ടല്ലോ, വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ഈ ഗ്യാപ്പ് എത്രയാണ്, ആ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 148 നിന്ന് 152 എത്താനുള്ള ആ ഒരു ഡിഫറൻസ് ഇല്ലേ, ആ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എത്ര ഡിഫറൻസ് വരുന്നത്? 4 അല്ലേ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ആ 4 നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൂട്ടി കൊടുക്കുക, 150നോട് 4 കൂട്ടി, അങ്ങനെയാണ് 154 കിട്ടിയത്. വീണ്ടും അടുത്ത കിട്ടാൻ വീണ്ടും 4 കൂട്ടി കൊടുക്കുക, അപ്പോൾ 158 കിട്ടി. വീണ്ടും 4 കൂട്ടി കൊടുക്കുക,
162 കിട്ടി. വീണ്ടും ആരെ കൂട്ടുക? 4 കൂട്ടുക. 166 കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ക്ലാസ് മാർക്ക് എന്നുള്ള കോളം വരുന്നത്. ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കുക. 148 to 152 ആണ്. എന്നിട്ട് അവിടുത്തെ കറസ്പോണ്ടിങ് ക്ലാസ് മാർക്ക് കിട്ടാൻ 148 + 152 ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 300 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 150. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 150 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ഈ കാണുന്ന ഇൻ്റർവെല്ലിൽ 148 152 എന്നുള്ളതിൻ്റെ അവരുടെ ഡിഫറൻസ് നോക്കുക. അവരുടെ ഡിഫറൻസ് എത്രയാണ്? 4 ആണ് ഡിഫറൻസ് അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് തൊട്ട് താഴത്തെ നമ്പർ കിട്ടാൻ ഈ 150ൻ്റെ തൊട്ട് താഴത്തെ നമ്പർ തൊട്ട് അടുത്ത ആ റോയിലേക്ക് വരാൻ ആ 4 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 154 കിട്ടി. വീണ്ടും അടുത്ത് കിട്ടാൻ വീണ്ടും 4 ആഡ് ചെയ്ത് കൊടുക്കുക. 158 കിട്ടി. വീണ്ടും 4 ആഡ് ചെയ്ത് കൊടുക്കുക. 168 കിട്ടി. വീണ്ടും ഇതേ 4 ആഡ് ചെയ്ത് കൊടുക്കുക. 166 കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഇപ്പം നമ്മൾ ചെയ്ത പരിപാടി, ഈ കാണുന്ന ക്ലാസ്സിനെ ഒരൊറ്റ നമ്പറായിട്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചു. ഇനി തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പരിപാടി, ഈ രണ്ട് കോളങ്ങൾ നമ്പർ ഓഫ് ചിൽഡ്രനും ഈ ക്ലാസ് മാർക്കും മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 150 1200 എന്ന് കിട്ടും. 10 × 154 1540 എന്ന് കിട്ടും. 15 × 158 2370 എന്ന് കിട്ടും. 10 × 162 1620 എന്ന് കിട്ടും. 7 × 166 1162 എന്ന് കിട്ടും. ഇനി ക്ലാസ് മാർക്ക് നമുക്ക് മൊത്തത്തിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് അടുത്തത് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അടിയിൽ ഒരു റോ എന്ന് കൊടുക്കും. ആ റോയിലേക്ക് ഈ നമ്പർ ഓഫ് ചിൽഡ്രൻസിനെ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്യണം. അപ്പം ഇവിടെ 10ഉം ആഡ് ചെയ്താൽ 20 കിട്ടും. 20ഉം 15ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 35 കിട്ടും. 35ഉം 8ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 43. 43ഉം 7ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര കിട്ടും? 50 കിട്ടും. അപ്പോൾ ഇതേപോലെ 1200ഉം 1540ഉം 2370ഉം 1620ഉം 1162ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ് ഇവിടെ എഴുതി വെച്ചത് 7892. ഇത്രയും നമ്മൾ ചെയ്തു വെക്കും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിക്കുക, മീൻ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് മീൻ ഹൈറ്റ് കണ്ടുപിടിക്കുക? സം ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ഇവിടെ ടോട്ടൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ. അത് അതേപോലെ നമ്മൾ എഴുതാം. മീൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ. എന്ന് വെച്ചാൽ ഇവിടെ 7892 ഹരിക്കണം 50 എന്ന് കിട്ടും. അപ്പം ഈ കാണുന്ന നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട്. 7092നെ 50 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ കഴിയില്ല. കാരണം 50 കൊണ്ട് ഹരിക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ ലാസ്റ്റ് 2 എന്നുള്ള ഡീറ്റെയിൽ അല്ലോ വരാം. അപ്പോൾ നമ്മൾ പോയിൻ്റ് വരും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒന്ന് ഹരിച്ചു നോക്കാം. 7892 ഹരിക്കണം 50ന് തൽക്കാലം 5 × 10 എന്ന് എഴുതി. ഇനി 5 കൊണ്ട് ഹരിക്കുമ്പോൾ 7 5 ഒരു വട്ടം 5 വരെയാണ് പോവുക. ബാക്കി റിമൈൻഡർ 2 ഉണ്ട്. 2ഉം 8ഉം 28 ആയി. 28ൽ 5 വട്ടമാണ് പോവുക. 25 വരെ പോവും. ബാക്കി 3 ഉണ്ട്. 3ഉം 9 39 ആയി. 39ൽ 35 വരെ 7 പ്രാവശ്യമാണ് പോവുക. വീണ്ടും റിമൈൻഡർ 4 ഉണ്ട്. 42 42ൽ 8 പ്രാവശ്യമാണ് പോവുക. വീണ്ടും റിമൈൻഡർ ഉണ്ട്. അത് പോയിൻ്റ് ഇട്ട് ഇങ്ങനെ എഴുതേണ്ടി വരും. തൽക്കാലം ഞാനിവിടെ നിർത്തി. ഇനി ഇതിനെ 10 കൊണ്ടും കൂടെ ഹരിക്കാനല്ലേ. അപ്പം ഒരു പ്ലേസ് കഴിഞ്ഞിട്ടൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. 157.8 അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും. നമ്മൾ ജസ്റ്റ് ഞാൻ ജസ്റ്റ് നോക്കുന്നില്ല. 157.8 അപ്രോക്സിമേറ്റ്ലി 158 സെൻറ്റിമീറ്റർ ആണ് എന്ത് മീൻ ഹൈറ്റ്, അതല്ലെങ്കിൽ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരെ രണ്ടാമത്തെ ചോദ്യം എന്താ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. The table below shows the classification of teachers in a university based on their ages. ഒരു യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സിൻ്റെ ഏജിൻ്റെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പം ഏജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 25 to 30 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ അങ്ങനെയാണ് പോയത്. പിന്നെ 30 to 35, 35 to 40, 40 to 45, 45 to 50 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി കറസ്പോണ്ടിങ്ങിലി അവരുടെ എന്ത് തന്നിട്ടുണ്ട്? എത്ര ടീച്ചേഴ്സാണുള്ളത്? ഈ ഇൻ്റർവെല്ലിൽ 6 ആണ്. ഈ ഒരു ക്ലാസ്സിൽ 14 ആണ്.
ഇവിടെ 18 അങ്ങനെ തന്നിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മീനാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ മീൻ കണ്ടുപിടിക്കാൻ തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. കാൽക്കുലേറ്റ് ദ മീൻ ഏജ് ഓഫ് ടീച്ചേഴ്സിൻ്റെ മീൻ ഏജ്. അപ്പം നേരെ ടേബിൾ വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ടേബിൾ ഞാൻ ഇവിടേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കാം, ആദ്യം ഏജ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്ന സെയിം ഡാറ്റ ഇവിടെ എന്ത് ചെയ്യും, അതുപോലെ കോപ്പി ചെയ്യും. പിന്നെ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോളം ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ ഡാറ്റാസ് തന്നെ അതേപോലെ കോപ്പി ചെയ്യാം. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആദ്യത്തെ കോളാണ് ഈ കാണുന്ന ഒരു കോളം. ആ കോളത്തിൻ്റെ പേരെന്താ? ക്ലാസ് മാർക്ക്. എന്താണ് ക്ലാസ് മാർക്ക്? എന്താ ക്ലാസ് മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ കാണുന്ന ഒരു ക്ലാസ് ഇൻ്റർവെല്ലിനെ ഒരു നമ്പറായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം, ഒരു സിംഗിൾ നമ്പറായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പം ആദ്യത്തെ നമ്പർ എങ്ങനെ കിട്ടും നോക്കാം. നമ്മുടെ ക്ലാസ് നോക്കുമ്പം 25 to 30 എന്നല്ലേ പറയുന്നത്. അപ്പോൾ 25ഉം 30ഉം കൂട്ടുക. 25 + 30 ഡിവൈഡഡ് ബൈ 2. അതല്ലെങ്കിൽ 25നും 30നും കറക്റ്റ് സെൻറ്ററിലുള്ള നമ്പർ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കിയാലും മതി. 25ഉം 30ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുക 55 55 ഡിവൈഡഡ് ബൈ 2. 55 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടുക? 27.5 ആണ് കിട്ടുക. എത്ര കിട്ടുക? 27.5. അതാണ് ഇവിടെ കിട്ടിയ 27.5. ഇനി വേണമെങ്കിൽ ഇവരും ഇതേപോലെ കൂട്ടാം. 30ഉം 35ഉം കൂട്ടുക, പകുതി കാണുക, അപ്പോൾ 32.5 കിട്ടും. പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ ഡിഫറൻസ് നോക്കും. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? ഇവിടെ ഡിഫറൻസ് 5 അല്ലേ ഡിഫറൻസ്. അപ്പം 27.5നോട് ഒരു 5 കൂട്ടി കൊടുത്താൽ അടുത്ത ആൾ കിട്ടും. എത്ര കിട്ടി? 32.5. വീണ്ടും 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾ കിട്ടും 37.5. വീണ്ടും 5 ആഡ് ചെയ്യുക, അപ്പം അടുത്ത നമ്പറിന് കിട്ടും 42.5. വീണ്ടും 5 ആഡ് ചെയ്യുന്നു 47.5. വീണ്ടും 5 ആഡ് ചെയ്യുക 52.5. വീണ്ടും 5 ആഡ് ചെയ്യുന്നു 57.5. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഏജ് ആണ്. അപ്പോൾ അടുത്ത കോളം എന്താ? ടോട്ടൽ ഏജ് എന്ന് പറഞ്ഞ കോളം വരും. എന്നിട്ട് ഈ രണ്ട് കോളങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 27.5 നിങ്ങൾക്ക് ചെയ്താൽ ആൻസർ കിട്ടുക 165 ആണ്. 14 × 32.5 155 കിട്ടും. 18 × 37.5 675. 20 × 42.5 850. 5 × 47.5 237.5 എന്നാണ് കിട്ടുക. 4 × 52.5 210 കിട്ടും. വീണ്ടും 3 × 57.5 172.5 എന്ന് കിട്ടും. ഇനി ആഡ് ചെയ്യേണ്ടത് ആരെയാണ്? ഇത്രയും ആളുകളെ ആഡ് ചെയ്യണം. ഇത്രയും ആളുകളെ ആഡ് ചെയ്തിട്ട് ഇവിടെ 70 എന്നുള്ള ആൻസർ കിട്ടും. വീണ്ടും ടോട്ടൽ ഏജ് ഈ കാണുന്ന കോളത്തിലുള്ള എല്ലാ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത്രയും ആളുകളെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസറാണ് 2765 എന്നുള്ള ആൻസർ കിട്ടും. ഇനി മീൻ കാണാൻ ടോട്ടൽ ഏജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ്. ഓക്കെ, ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. മീൻ ഏജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ആണ് ഇവിടെ. അപ്പോൾ ടീച്ചേഴ്സ്. ഇനി കിട്ടിയ ആൻസേഴ്സ് എത്രയായിരുന്നു? 2765 70. അപ്പം 2765 ഡിവൈഡഡ് ബൈ 70 വർക്കിംഗ് കോളത്ത് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2765 ഡിവൈഡഡ് ബൈ 70 തൽക്കാലം 7 × 10 ആക്കിയിട്ടുണ്ട്. ഇനി 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2ൽ 7 പോവില്ല, അപ്പോൾ 27 പോകാൻ നോക്കുക. 27 എത്ര 7 എത്ര പ്രാവശ്യം പോവും? 21 വരെയല്ലേ പോവാം? 3 ടൈംസ് പോവും. അപ്പോൾ 21 വരെ പോയാൽ പിന്നെ 27ലേക്ക് എത്ര ബാക്കിയുണ്ട്? 21 വരെ 27ലേക്ക് 6 ബാക്കിയുണ്ട്. അപ്പം 6 ഇവിടെ ഉണ്ട് വിചാരിക്കുക. 6ഉം 6ഉം കൂടിയിട്ട് 66. 66ൽ 7 എത്ര ടൈംസ് പോവും? 63 വരെയാണ് പോവുക. അപ്പം 9 ടൈംസ് അല്ലേ. പിന്നെ ഒരു 3 ബാക്കി ഉണ്ടാവും. 3ഉം 5ഉം 35 ആവും. 35ൽ 5 ടൈംസ് ആണ് 7 പോവുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 395 എന്നാണ് കിട്ടുക. ഇനി ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 10 ഉണ്ട്. അപ്പം അതൊന്ന് ചെയ്യണം. 395 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പം ഒരു പോയിൻ്റ് ഇങ്ങോട്ട് മാറും. 39.5 എന്ന് കിട്ടും. അപ്പോൾ 39.5 ആണ് എന്ത്? മീൻ ഏജ് ആയിട്ട് വരുന്നത്. ഓക്കെ, എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഇനി ലാസ്റ്റ് ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ അക്കോർഡിംഗ് ടു ദെയർ വെയ്റ്റ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. വെയ്റ്റും നമ്പർ ഓഫ് ചിൽഡ്രനുമാണ് തന്നത്. കാൽക്കുലേറ്റ് മീൻ വെയ്റ്റ് എന്നാണ് പറഞ്ഞത്.
ഇവിടെ ടേബിൾ നേരത്തെ വെർട്ടിക്കലായിട്ട് തന്ന ടേബിൾ ഇവിടെ ഹൊറിസോണ്ടലായിട്ടുണ്ടെന്നേ ഉള്ളൂ. നേരത്തെ അതേപോലെ തന്നെയാണ്. ആദ്യത്തെ ക്ലാസ് കറസ്പോണ്ടിങ് നമ്പർ, വീണ്ടും ഒരു ക്ലാസ് കറസ്പോണ്ടിങ് നമ്പർ, ക്ലാസ് ഇൻ്റർവൽ കറസ്പോണ്ടിങ് നമ്പർ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ അതേ ഫോമിൽ തന്നെ എഴുതാം. ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് ആൻസർ വരിക എന്നുള്ളത്. അപ്പം ഞാൻ ആ ഹൊറിസോണ്ടലായിട്ടുള്ള തന്നെ വെർട്ടിക്കലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറയുന്ന ആൾ വെയിറ്റിൽ ഓരോ ക്ലാസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 21 to 23. ഇവിടുത്തെ ഗ്യാപ്പ് എത്രയാണ്? 2 ഗ്യാപ്പ്. 21 മുതൽ 23 വരെ എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫറൻസ് എത്രയാണ്? 2 ഇനി 23 to 25, 25 to 27, 27 to 29, 29 to 31, 31 to 33. കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ചിൽഡ്രൻസും ക്വസ്റ്റ്യനിൽ തന്ന സെയിം സാധനം കോപ്പി ചെയ്യുക. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് എന്താണ്? ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു കോളം. അപ്പം ഈ ആദ്യത്തെ 22 എങ്ങനെയാണ് കിട്ടുക? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ കറക്റ്റ് മിഡിലിൽ വരുന്ന നമ്പർ 21ൻ്റെയും 23ൻ്റെയും കറക്റ്റ് മിഡിലുള്ള ആരാ? 22. നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ കൂട്ടി നോക്കുക. 21 + 23 ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 21ഉം 23യും കൂട്ടിയാൽ എത്ര കിട്ടുക? 44 ആണ് കിട്ടുക. 44 ഡിവൈഡഡ് ബൈ 2. 44 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 22 എന്നാണ് ആൻസർ. അപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടി 22. ഇനി ഇവരുടെ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് 21ഉം 23യും തമ്മിലുള്ള ഡിഫറൻസ് 2 ആണല്ലേ. അപ്പോൾ ആ 2 ഇവിടെ നിന്ന് ആഡ് ചെയ്യുക. 22 + 2 24, വീണ്ടും +2 26, +2 28, വീണ്ടും +2 30, 13നോട് വീണ്ടും 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 32. അപ്പം ഈ കാണുന്ന ഇൻ്റർവെൽസിനെയൊക്കെ നമ്മൾ ഒരു സിംഗിൾ നമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്പർ ഓഫ് ചിൽഡ്രനും ഇവരെയും മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 22 88 കിട്ടും. അതുപോലെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൽ എഴുതി കൊടുക്കുക. 7 × 24 168, വീണ്ടും 8 × 26 208, 6 × 28 168, പിന്നെ 3 × 30 90 എന്ന് കിട്ടും. 1 × 32 32 എന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ലാസ്റ്റ് ഫൈനലി ഇവരെല്ലാവരും ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 29 ആണ്. നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇവരെയും എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കിട്ടുന്ന ആൻസർ എത്രയാണ്? 754 ആണ്. 754 ആണ്. ഇനി മീൻ വെയിറ്റ് കണ്ടുപിടിക്കാൻ. മീൻ വെയിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ. ഇവിടെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 754 ആണ്. ഡിവൈഡഡ് ബൈ ചിൽഡ്രൻസിൻ്റെ എണ്ണം 29 ആണ്. 754 ഹരിക്കണം 29. നമുക്ക് കിട്ടേണ്ട ആൻസർ 754 ഡിവൈഡഡ് ബൈ 29. 29നെ നമുക്ക് വേറെ ഒന്നും വെട്ടി ചെറുതാക്കാമല്ലേ. അപ്പോൾ നേരിട്ട് 75ൽ 29 എത്ര പ്രാവശ്യം പോകും നോക്കാം. 75ൽ 29 2 പ്രാവശ്യമല്ലേ പോവാം. 29ഉം 29ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 × 3 ആണ് എന്ത്? 75. അതുകൊണ്ട് എന്തായാലും 29 × 3 എന്തായാലും പോകില്ല. 2 പ്രാവശ്യമാണ് പോവുക. 29ഉം 29 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 29ഉം 29 അല്ലെങ്കിൽ 2 × 29 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 58 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ 58 നിന്ന് പിന്നെ 75ലേക്ക് എത്ര ഉണ്ട്? 75 മൈനസ് 50 60 എന്നാണെങ്കിൽ 15 ഉണ്ടാവും. 15ഉം 2ഉം 17 ഉണ്ടാവും. അപ്പോൾ 17 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. 174 174ൽ 29 എത്ര ടൈംസ് പോകുന്നതാണ് നോക്കേണ്ടത്. അത് 6 ടൈംസ് ആയിരിക്കും. 9 ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 4 ആയതുകൊണ്ട് 6 ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 29 × 6 9 × 6 54, ബാക്കി 5. 6 × 2 12, 12 5 17. 26 എന്നാണ് ആൻസർ വരിക. 26 കിലോഗ്രാം ആയിരിക്കും വെയിറ്റ് ആയതുകൊണ്ട് തന്നത്. അപ്പം മീൻ വെയിറ്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആൻസർ കിട്ടി 26. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാ ചോദ്യങ്ങളും വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. താങ്ക് യു ഫോർ വാച്ചിങ്.